ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। ഇന്ന് ഈ നിലയിൽ നിങ്ങൾ മുമ്പാകെ ദൈവത്തിന്റെ വചനമായി നിൽക്കൊണ്ടപ്പോഴും എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज इस प्रकार आप लोगों के सामने परमेश्वर के वचन लेकर खड़ा होने के लिए प्रभु ने मुझे अवसर दिया, इसके लिए मैं परमेश्वर को धन्यवाद देता हूँ। ആദ്യമായിട്ടാണ് ഇങ്ങനെ വേറെ സഭയിൽ പോയി വചനം ശുശ്രൂഷിക്കുന്നത്. मेरा जीवन में पहली बार मेरा स्थानीय कलीसिया छोड़कर दूसरा कलीसिया में परमेश्वर के वचन की प्रचार करने का मौका मिला है। എൻ്റെ സ്ഥലം സഭയായിരിക്കുന്ന പഴയ സഭയിൽ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. मेरा स्थानीय कलीसिया जो केरल में पड़नी में जो कलीसिया है वहाँ में छोटा छोटा सेवा तो करते हैं। അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന ബഹ്റിനിലും ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. और मैं जो नौकरी किया बहरीन का कलीसिया में भी छोटे मोटे सेवाई करने में प्रभु मदद किया है। ആദ്യമായിട്ടാണ് ട്രാൻസ്ലേഷൻ ശുശ്രൂഷ ചെയ്യുന്നത്. और पहली बार ऐसे ट्रांसलेशन के साथ सेवा मैं पहली बार कर रहा हूँ। നിങ്ങളെക്കുറിച്ച് വിശദമായിരിക്കുന്ന സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നു. और आप लोगों के बारे में काफ़ी गवाही सुनने का मुझे अवसर मिला है। ഒരു കാര്യം പറയാൻ, ഞാൻ 21 വയസ്സിലാണ് രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നത്. मैं मेरा 21 साल की उम्र में मैंने उद्धार पाया है। അതിന് മുന്നേ ഞങ്ങൾ യാക്കോബ സഭയിലായിരുന്നു. और उसके पहले नामधारी जो याकोबाइट्स बोल के जो चर्च है उसमें था। ആ കാലഘട്ടങ്ങളിലൊന്നും ബൈബിൾ പഠിക്കുവാനോ സൺഡേ സ്കൂൾ പഠിക്കുവാനോ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. और उस समय में संडे स्कूल में जाने के लिए बाइबल पढ़ने के लिए मौका था, लेकिन मैं कभी नहीं जाता था। അതിനുശേഷമാണ് ബൈബിൾ പഠിക്കുവാനായിട്ടും വായിക്കുവാനായിട്ടും ഇടയായിത്തീർന്നത്. लेकिन उसके बाद ही मैं बाइबल पढ़ने के लिए और चर्च में जाना सब शुरू कर दिया। പിന്നീട് ജോലിയുള്ള ബന്ധത്തിൽ മീറ്റിങ്ങിന് കടന്നു വരാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. और जब उसके बाद में जब नौकरी कर रहे थे, खाली संडे को चर्च में आने का मौका मिलता था, बाकी मीटिंग में भाग लेने को मौका नहीं होता था। പിന്നെ ജോലിയുള്ള ബന്ധത്തിൽ ബഹ്റിനിൽ പോയപ്പോൾ അവിടെ എല്ലാ മീറ്റിങ്ങിനും സംബന്ധിക്കുവാനാണ് ദൈവം സഹായിച്ചു. और नौकरी के वजह से बहरीन में जाने के लिए प्रभु ने मौका दिया। वहाँ जाने के बाद ही मुझे मंडली का हर मीटिंग में भाग लेने का अवसर मिला है। അതായത് എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ ബൈബിൾ ക്ലാസ്സും. और बहरीन का जो कलीसिया है वही था मेरा बाइबल स्कूल और मेरा संडे स्कूल। അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുണ്ട്. वहाँ आत्मिक जीवन में प्रोत्साहन देने वाला काफी भाई लोग थे वहाँ। അതും എനിക്കും ഒരു അനുഗ്രഹമായി തീരുവാനിടയാക്കി. और वो मेरे लिए बहुत आशीष का कारण हुआ। ദൈവം സഹായിക്കട്ടെ. और परमेश्वर मदद करे। നമുക്ക് ലഭിച്ച സമയം ചിന്തിക്കാം. और हमें जो समय मिला है उस समय में हम थोड़ा से परमेश्वर के वचन से मनन करेंगे। നാം വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയായിരുന്നു. जब से हम यहाँ आया तब से हम परमेश्वर की महिमा कर रहे थे। നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ, അവനെ ആരാധിക്കുവാൻ, അവൻ മാത്രമാണ് ലോകരക്ഷിതാവ് എന്നൊക്കെ പ്രസ്താവിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കി തീർത്തു. जो परमेश्वर हमें चुराया और हमें मोल लिया और उस परमेश्वर की महिमा करने के लिए, और उसी परमेश्वर ही सबसे महान है, ऐसा घोषणा करने का मौका प्रभु ने हमारा जीवन में दिया। എന്നാൽ ഇനിയുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനാണ് ചില കാര്യങ്ങളുണ്ട്. अरे आगे जो थोड़ा समय है वो समय परमेश्वर हमसे बात करना चाहते हैं। നാം തിരുവചനം പഠിക്കുമ്പോൾ പ്രവാചകന്മാരാകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ ദാസന്മാരിൽ കൂടി ദൈവം തന്റെ ജനത്തെ നയിക്കുവാനാണ് ആവശ്യമായിരിക്കുന്ന വചനം നൽകി കൊടുക്കുന്നു. जब हम परमेश्वर का वचन पढ़ते हैं, पुराना समय में भविष्यद्वक्ता लोग थे, उनके द्वारा प्रभु बात करता था। आज भी कलीसिया में परमेश्वर ने अपने दासों के द्वारा हमें अपना वचन देते हैं, हमसे बात करके हमें जो रास्ते पर हम चलना चाहिए उस रास्ता में चलाने की कोशिश करते हैं। നാം എല്ലാവരും എല്ലാ ആഴ്ചയും എല്ലാ മീറ്റിംഗിനെ സംബന്ധിച്ച് വചനം കേൾക്കുന്നവരാണ്. हम हर सप्ताह का हर एक सभा में भाग लेकर परमेश्वर का वचन तो सुनते हैं। എന്നാൽ ആ വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യകതയുണ്ട്. लेकिन उस वचन से कितना वचन हमारे जीवन में कार्य में लाया वो हम अपने आप सोचना है। കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേട്ട ദൈവവചനം എന്റെ ജീവിതത്തിൽ എത്രമാത്രം ക്രിയ ചെയ്തു, അതിനോട് എത്രമാത്രം ഞാൻ വിധേയപ്പെട്ടു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. और गया सप्ताह मैंने जो वचन सुना उस वचन के साथ मैंने कितना विश्वास योग्यता, मैं कितना उस वचन के अनुसार जिंदगी बिताया, उस वचन मेरा जीवन में कितना कार्य किया, उसका बारे में हम सोचना है। നാം തിരുവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു.
അവരെ നയിക്കുവാനായിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ പ്രവാചകന്മാരെ ഏൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. और जब हम परमेश्वर का वचन पढ़ते हैं, परमेश्वर ने इस्राएल के लोगों को मिस्र से चुनाकर कनान में लेके आया और उनको एक एक समय में उनको चलाने के लिए अलग अलग लोगों को प्रभु ने अलग अलग समय में उनके लिए नियुक्त किया. അവരെപ്പോഴെല്ലാം ദൈവജനത്തിൽ മാറിപ്പോയോ അവിടെയെല്ലാം തന്റെ ദാസന്മാരെ ദൈവം അയച്ച് അവരെ നേർവഴി നടത്തുവാനായിട്ട് ദൈവം അവരെ ഇടയാക്കി എടുത്തിട്ടുണ്ട്. कितने कब कब वो लोग परमेश्वर का वचन से भड़क गया, तब परमेश्वर ने उनको वापस अपने मार्ग में लाने के लिए अपने दासों को समय समय पर नियुक्त किया. ആ കാലഘട്ടത്തിൽ ദൈവം ദൈവജനത്തിൽ ചിതറിപ്പോയ ജനത്തെ സംഹരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. और उस समय में परमेश्वर की इच्छा के खिलाफ जो है उनको जो परमेश्वर ने तितर बितर कर दिया, ऐसे भी हम देखते हैं. നമുക്കറിയാം ദാവീദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ താൻ ചെയ്തതായിരിക്കുന്ന തെറ്റിനെ ബോധ്യപ്പെടുത്തുവാൻ നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചതായിട്ട് നാം വായിക്കുന്നു. हमें मालूम है जब दाऊद अपने जीवन में पाप किया, गलत किया, तब परमेश्वर ने नादान भविष्यद्वक्ता को उसके पास भेजा. അവിടെ ദൈവത്തിന്റെ പ്രവാചകൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വളരെ ശക്തമായി ദാവീദിനെ തന്റെ കുറവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. और उस भाग में परमेश्वर ने दाऊद के साथ बहुत कड़क रीति से व्यवहार करते हैं. उनका पाप, उनका गलत सीधा सीधा उनको बता देते हैं, ऐसा हम देखते हैं. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ കുറവുകളെ നാം പരിഹരിക്കാതെ വിടേണ്ടതായിരുന്ന കാര്യം വിടാതെ ദൈവജനം നമ്മോട് അനുശാസിക്കുന്ന കാര്യം പിടിക്കാതെ നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ लेकिन आज इस समय में परमेश्वर हमसे बात करने के बाद परमेश्वर का वचन जो बातें हमको बताया है कि हम छोड़ना है, हम मानना है, ये सारी बातें अगर हम नहीं मानते और जो छोड़ने के लिए बोला वो बातें हम छोड़ते नहीं है, तो നമ്മുടെ ദൈവത്തിന്റെ രണ്ട് സ്വഭാവം, ഒന്ന് ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, രണ്ട് ദൈവം ന്യായീകരിക്കുന്ന ദൈവമാണ്. हमारा परमेश्वर का स्वभाव ऐसा है कि वो परमेश्वर हमें प्यार करते हैं, साथ साथ परमेश्वर हमें ताड़ना भी देते हैं. നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതാത് സമയങ്ങളിൽ ദൈവം ആ നിലയിൽ ശിക്ഷിച്ചതായിട്ടും നമുക്ക് പുതിയ നിയമത്തിലും അനന്യാസിന്റെ സഭകളെയും കുറിച്ച് കാണാൻ സാധിക്കും. और नया नियम में भी हम देखते हैं परमेश्वर ने जो उसकी खिलाफकारी करते हैं उसको ताड़ना तो देते हैं. वो ताड़ना हम देखते हैं जो अनन्या और सफीरा का जीवन में हम देखते हैं. തിരുവചനത്തിൽ നാം വായിക്കുന്ന പുതിയ നിയമത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായിരിക്കുന്ന ഫലം കഴിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. और प्रभु यीशु मसीह ने नया नियम में कहा कि मन फिराव का योग्य फल लाओ, ऐसा बताया. നമുക്ക് എത്രമാത്രം ദൈവത്തിന് വേണ്ടി ഫലം കഴിക്കുവാനായിട്ട് അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. और हमें कितना उसके लिए फल लाने के लिए और उसके लिए जिंदगी बिताने के लिए हमसे हुआ, ये हम अपने आप को परखना है. നാം പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. और पत्रोस के बारे में जब हम पढ़ते हैं, पत्रोस एक उतावली करने वाले एक आदमी था, ऐसा हम देखते हैं. താൻ കർത്താവിന്റെ കൂടെ പല ശുശ്രൂഷകളിലും നടന്നിട്ടുള്ള ആൾ, കർത്താവിനെ അനുഗമിച്ചതായിരിക്കുന്ന വ്യക്തിയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. और पत्रोस प्रभु के साथ चलने वाला था. प्रभु का जीवन में, प्रभु का सेवकाई में प्रभु के साथ साथ चलने वाला एक व्यक्ति था पत्रोस. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പത്രോസ് പറഞ്ഞ രണ്ട് വാക്കുകളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നാം വായിക്കുന്നു 14-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. मरकुस की सुसमाचार उसका 14वां अध्याय उसका 24वां पद में जो प्रभु ने बताया उसी भाग में पढ़ना चाहता हूँ. मरकुस की सुसमाचार 14वां अध्याय 14 उसका 29वां पद. പത്രോസ് പറയാനാണ് അവരോട് എല്ലാവരും ഇടറുകയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. और पतरस ने उससे कहा यदि सब ठोकर खाए तो खाए, पर मैं ठोकर नहीं खाऊंगा. ഇതിന് മുന്നിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. और इसका पृष्ठभूमि, उसका आगे का भाग जब पढ़ते हैं वहां हम देख सकते हैं. അതിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് വേറെ വാക്കുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. और उसका 31वां पद में पतरस ने बताया हुआ दूसरा एक बात भी हम देख सकते हैं. പറയാണ് അവനോ നീ നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. और वहां उसने कहते हैं कि यदि मुझे तेरे साथ मरना भी पड़े तो भी मैं तेरा इनकार कभी ना करूंगा. അവിടെയുള്ള ശിഷ്യന്മാരും അത് തന്നെയാണ് പറഞ്ഞത്. और वहां का वाकई शिष्य लोग भी यही बात कहा. എന്നാൽ പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. लेकिन जब पतरस के बारे में आगे हम पढ़ते तो पतरस प्रभु का इनकार किया, ऐसा हम देखते हैं। പത്രോസ് കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തിയായിരുന്നു. पतरस प्रभु के साथ चलने वाला व्यक्ति था കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളം കണ്ട വ്യക്തിയായിരുന്നു. और प्रभु ने जितनी चमत्कार कार्य किया वो सब पतरस ने अपनी आंखों से देखा है। ഈ പത്രോസാണ് കർത്താവിനെ തള്ളിപ്പറയാനായിട്ട്. और वही पतरस प्रभु का इनकार किया। പത്രോസ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നാം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് പത്രോസെ നീ കർത്താവിനെ തള്ളി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പത്രോസ് പറയുന്ന മറുപടി ഉണ്ട്, ഞാൻ ഭയന്നിട്ടായിരുന്നു. और यदि अब पतरस हमारे सामने आए तो हम उनसे सवाल करें, हे पतरस तू क्यों उसके इनकार किया? ऐसा यदि हम उसको सवाल करेगा तो वो बोलेगा मैं डर गया था। നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഭയപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീർന്നു. और पतरस ने जो प्रभु से कहा यदि मैं तेरे साथ मरना पड़ेगा तो भी मैं कभी तेरा इनकार नहीं करूंगा, ऐसा बताए हुआ पतरस थोड़ा देर के बाद डर गया। പത്രോസിന്റെ കർത്താവ് പറയും, ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ ദേഹത്തെ കൊല്ലുന്നവന് ഭയപ്പെടാതെ ദേഹത്തെയും കൊല്ലുന്നവന് ഭയപ്പെടുവാനായിട്ട്. और पतरस से प्रभु को ये सवाल कर सकते हैं, मैंने तुम्हें सिखाया था कि जो शरीर को मारने वाले से मत डरो, जो शरीर और आत्मा को नरक में डाल सकते उससे डरो, ऐसा मैंने तुम्हें सिखाया था ना। എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്? क्यों पतरस ने हम ऐसा बताया? അവൻ തന്റെ ജീവനെ ഭയന്നു പോയി. और वो अपने जीवन के बारे में उसको डर आ गया। പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിഞ്ഞു വന്ന ആ നിമിഷത്തിൽ प्यारो जब हम प्रभु को पहचान में आया നമുക്ക് എത്രമാത്രം ഉത്സാഹമുള്ളവരായിരുന്നു. और उस समय में हमें कितनी आगे बढ़ने की इच्छुक था। നാം ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ മുൻപിട്ട് और ഇറങ്ങിയത്, प्रभु के लिए क्या क्या करने के लिए हम तैयार था उस समय में। എന്ത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്തുകൊണ്ട് ദൈവത്തെ സാക്ഷിക്കുവാനായിട്ട് നിലനിന്നവരായിരുന്നു. और कितना भी समस्या हमारा जीवन में आए, कितना भी परेशानी आए तो भी मैं प्रभु में बढ़ूंगा, ऐसा बोल के हम आगे बढ़ते हैं। ഇപ്പോൾ നാം എങ്ങനെയാണ് ആയിരിക്കുന്നത്? लेकिन आज हमारा हालत कैसे है? നമുക്ക് നമ്മോട് ചോദിക്കാം, हम अपने आप को നാം പത്രോസിനെ പോലെയാണോ? क्या हम पतरस के जैसे हैं? നാം നമ്മുടെ ജീവനെ ഭയന്നുകൊണ്ട് ദൈവത്തെ സാക്ഷികരിക്കുന്നുണ്ടോ? क्या हम अपने जीवन के बारे में डर कर हम प्रभु का बारे में गवाही नहीं दे रहे? क्या നാം ജോലി സ്ഥലത്ത്, हमारा नौकरी के स्थान നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, और हम जो समाज में हैं കലാലയത്തിൽ, और जो स्कूल में हैं, നാം എവിടെയായിരുന്നാലും हम कहीं भी हो, ഈ ദൈവത്തിന്റെ മകനാണെന്ന് വെളിപ്പെടുത്തുവാൻ क्या आप परमेश्वर का संतान है ऐसा प्रकट करने में നമുക്ക് സാധിച്ചിട്ടുണ്ട്. क्या हमें ऐसा हो सकते है? क्या പത്രോസ് വ്യക്തമായി തള്ളി പറഞ്ഞെങ്കിൽ पतरस प्रभु की स्पष्ट रूप से इनकार किया। നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം, നാം എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്? प्यारो अगर पतरस ऐसा किया है तो हम भी अपने मन से पूछ ले, मैंने कितनी बार प्रभु की इनकार किया? നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കർത്താവിനെ വെളിപ്പെടുത്തുവാൻ? जिस जगह पर हम नौकरी कर रहे हैं क्या वहां हम यीशु मसीह के बारे में गवाही को प्रकट करने के लिए हमें हिम्मत है? ഇല്ലെങ്കിൽ നാം കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. तो अगर हमें उसके लिए हिम्मत नहीं है तो उसका मतलब हम प्रभु की इनकार कर रहे हैं। നാം എല്ലാവരും സുവിശേഷകന്മാരല്ലെങ്കിലും हम सब प्रभु का सेवक लोग नहीं है। തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, तीमुथियुस से पौलुस एक बात कहते हैं, സുവിശേഷകനെ പ്രവൃത്തി ചെയ്യുക. सुसमाचार सुवार्ता का काम करो। എത്രമാത്രം നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? हमें कितना वो काम करने को होते हैं। നാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, हम हमारे साथ जो काम करने वाले के साथ നമുക്ക് കർത്താവിനെ സാക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, तो अगर हमें उनसे यीशु मसीह का उद्धार के बारे में बताने को नहीं हो रहे तो നമ്മുടെ പരാജയമാണ്. वो हमारा पराजय है। നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തെ സാക്ഷിക്കുവാൻ വേണ്ടി. प्यारो प्रभु ने हमें इसके लिए बुलाया है कि हम उसका गवाह बने। നമുക്കത് സാധിച്ചില്ലെങ്കിൽ अगर हमसे वो हो नहीं सकता है നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയം. तो हमारा मसीही जीवन पराजय है। നാം ദൈവത്തോട് കണക്ക് പറയേണ്ടതായിട്ട് വരും. तो हम एक दिन प्रभु को उसका हिसाब देना पड़ेगा। തുടർന്ന് നാം പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ जब हम पतरस के बारे में सीखते हैं, കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞു. पतरस प्रभु की इनकार किया। അതിന്റെ 14 മർക്കോസ് 14:72 വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, और मरकुस 14 अध्याय की 22 पद में पढ़ते हैं, യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു അതിനെ കുറിച്ച് വിചാരിച്ചു കരഞ്ഞു. और 72 വാക്യം, सॉरी 72 72 तब तुरंत उसका लास्ट में इस बात को सोचकर पतरस रोने लगा, ऐसा पढ़ते हैं। പത്രോസിന് കരയുവാനായിട്ട് ഇടയായി. तो प्यारे पतरस को पतरस रोना पड़ गया।
പത്രോസ് ദൈവത്തിന്റെ കർത്താവിന്റെ യേശുവിന്റെ ആ നോട്ടത്തിൽ തന്റെ വീഴ്ചയെ മനസ്സിലാക്കുവാനായിട്ട് പത്രോസ് देखो वहां प्रभु ने पतरस को जो मोड़ कर देखा, पतरस रोने लग गया। നാം ദിവസത്തിലായിരിക്കുമ്പോൾ जब आप प्रभु की उपस्थिति में होते हैं, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ परमेश्वर का वचन जब सुनते हैं, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ जब हमारा हृदय में पवित्र आत्मा कार्य करते हैं, പത്രോസിനെ പോലെ കരയുവാനായിട്ട് पतरस के जैसे रोने के लिए, നമ്മുടെ കുറവുകളെ കാണുവാനായിട്ട് हमारा कमियों को देखने के लिए, നമുക്ക് സാധിക്കുന്നുണ്ടോ? तो ऐसे हमसे होते क्या? നമുക്കതിന് സാധിക്കുന്നുണ്ടെങ്കിൽ यदि हमसे ऐसा होते हैं, നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ तो हमारा जिंदगी सबसे धन्य है। അനുഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹമല്ല. यहाँ जब आशीष के बारे में कहते हैं, आशीष पैसा का आशीष के बारे में नहीं कहते हैं। നാം കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, हम जब तेसलोनिका का पत्री में पढ़ते हैं, രണ്ട് അനുഗ്രഹം ലഭിച്ചവരാണ് നാം. हम दो प्रकार की आशीष पाया हुआ लोग हैं। കർത്താവിൽ വിശ്വസിപ്പാൻ, प्रभु में विश्वास करने का आशीष हमें मिला, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. और हमें परमेश्वर का विश्वास करने के लिए और उसके लिए कष्ट उठाने के लिए भी हमें वरदान मिला। ഒരിക്കലും ഈ കഷ്ടം എന്നുള്ള ആ അനുഗ്രഹത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. हम परमेश्वर की आशीष में विश्वास करने का बात आशीष मानते हैं, लेकिन जो कष्ट उठाने का वरदान है वो वरदान हम नहीं मानते। എന്താണ് കഷ്ടം? കർത്താവിന് വേണ്ടി നാം നിലകൊള്ളുന്നതാണ് ആ കഷ്ടമെന്ന്. प्यारो, प्रभु के लिए कोई भी परिस्थिति में जो खड़ा रहना है वही सबसे बड़ा कष्ट की बात है। കർത്താവിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ जब हम प्रभु के लिए खड़ा रहते हैं, പലതും നമുക്ക് ഉപേക്ഷിക്കുന്നതായിട്ട് कई बातों को हमें छोड़ना पड़ते നാം हैं। എല്ലാം കർത്താവിനെ സ്വീകരിച്ചപ്പോൾ जब हम प्रभु को स्वीकार किया, അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരന്മാർ, जो हमारे साथ तब तक हमारे जो मित्र लोग थे, നമുക്കിപ്പോ വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെ, हमारे जो सहसंबंधी है, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതൻ, जो जिसको हम सबसे ज्यादा प्यार करते वो मित्र, അവരൊക്കെ നമ്മൾ തള്ളി പറയാനിടയായി. सब हमें इंकार करेगा। അതിന്റെ മധ്യത്തിൽ और उनका बीच में, ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാനായിട്ടൊന്നും സാധിച്ചെങ്കിൽ उसका बीच में उस प्रभु के लिए हमें प्रकाश देना है, ദൈവത്തെ നമുക്ക് പ്രസാദിക്കുവാനായിട്ട് तो സാധിക്കും. परमेश्वर को प्रसन्न करवाना എന്റെ है। കൂട്ടുകാരന് വേണ്ടി, मेरे दोस्तों के लिए, എന്റെ സഹോദരന് വേണ്ടി मेरे भाइयों के लिए, ഞാൻ കർത്താവിനെ തള്ളി പറയുന്നുവെങ്കിൽ और उनके लिए मैं प्रभु को इंकार करते നമ്മുടെ हैं। ജീവിതം പരാജയം. प्यारो, हमारा जिंदगी पर आ जाए। ഇവിടെ കരഞ്ഞതായിരിക്കുന്ന പത്രോസിനെ കർത്താവ് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. यहाँ पर पतरस जब रोया, प्रभु ने उनको बुलाया। യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം യോഹന്നാൻ के सुसमाचार 21 अध्याय നമുക്ക് കാണാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് वहाँ हम देखते हैं जो यीशु मसीह जी उठने के बाद ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. शिष्यों को प्रकट होते हैं। അതിന്റെ 15-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. 15 മുതൽ വാക്യം വായിക്കുമ്പോൾ उसके 15 पद से आगे जब हम पढ़ते हैं, वहाँ हम ऐसा पढ़ते हैं। ഈ സ്ഥലം നമുക്കറിയാം. ये जगह हम जानते हैं। പത്രോസ് ഒരു തീ കായുന്ന സ്ഥലത്ത് വെച്ചാണ് കർത്താവിനെ തള്ളി പറയാൻ ഇടയാക്കുന്നത്. पतरस जब प्रभु को इंकार किया, पतरस जब वहाँ आग के पास बैठकर यीशु मसीह का इंकार किया था। ഈ 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെയും ഒരു തീ കായുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. और इस यूहन्ना 21 अध्याय में भी एक आग को हम देखते हैं। ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, मैं ऐसा समझता हूँ, പത്രോസ് ഏത് സ്ഥലത്ത് വീണിരിക്കുന്നു पतरस कहाँ पर गिर गया അതേ സ്ഥലത്തേക്ക് പത്രോസിനും ദൈവം മടക്കി വരുത്തുന്നു. और उसी स्थान में प्रभु उनको वापस लाए। നീ ഒരു തീ കായുന്ന സ്ഥലത്താണ് വീണതെങ്കിൽ तू एक आग के पास बैठकर मेरी इंकार किया അതേ है സ്ഥലത്ത് ദൈവം അവനെ പിടിക്കുകയാണ്. और उसी आग का सामने मेरा गवाह बनना। അവിടെ 15-ാം വാക്യത്തിൽ അവസാനം നിങ്ങൾ അതിന് മധ്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, और उस 15 पद के बीच में पढ़ते हैं, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. योना के पुत्र, क्या तू इनसे बढ़कर मुझसे प्रेम रखता है? നീ ഇവരാൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. क्या तू इनसे बढ़कर मुझे प्रेम रखता है? ഈ ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുകയാണ്. तो प्यारो, ये सवाल प्रभु आज हमसे करते हैं। എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു? प्यारो, हम क्या जवाब इसको देना चाहते हैं? ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ കൂടുതൽ यहाँ पर बैठे हुए भाई बहनों, आप क्या जवाब देना चाहते हैं? വ്യക്തിപരമായ ദൈവം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, और व्यक्तिगत रूप से प्रभु हमसे हर एक व्यक्ति से सवाल करते हैं, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. क्या तू इससे अधिक मुझे प्यार करते हैं? നമുക്ക് എന്ത് പറയാനാണ് സാധ്യമായി തീരും? हम क्या सवाल देंगे, क्या जवाब देंगे उसको? കഴിഞ്ഞ കാലത്തിൽ
जो गया हुआ बीते हुए दिनों में ദൈവം നമ്മൾ നടത്തിയ വിധങ്ങൾ परमेश्वर हमें किस प्रकार चलाया എല്ലാം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ और सब हमारे विपरीत थे उस ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ परमेश्वर हमें कैसे कैसे चलाया നമുക്ക് പറയാൻ സാധിക്കും. क्या हम उसका बारे में वर्णन कर सकते हैं? ഇതിലധികമായി ഞാൻ സ്നേഹിക്കുന്നു. हम प्रभु से ये जवाब दे सकते हैं, प्रभु मैं इनसे बढ़कर तेरी प्रेम करता हूं। നാം ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. जब हम दाऊद के बारे में पढ़ाई करते हैं, ഗോലിയാത്തിനായിട്ട് മല്ല് പിടിക്കുവാനായിട്ട് പോകുന്ന ദാവീദ് जब गोलियात के साथ मल्ल युद्ध करने के लिए दाऊद जाते हैं അവരെല്ലാവരും കളിയാക്കാനിടയായിട്ടുണ്ട്. और सब लोग खड़ा होकर दाऊद का मजा उठा रहे हैं। ദാവീദ് പറഞ്ഞതായിരിക്കുന്ന വാക്കുണ്ട്, दाऊद एक बात कहा, അതുപോലെ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തതായിരിക്കും ദാവീദ്. और दाऊद का जीवन में परमेश्वर ने तब तक क्या किया वो दाऊद वहां प्रकट कर रहे हैं। ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഒരു കരടിയെയും സിംഹത്തെയും കൊല്ലുവാനിടയായി. मैं जब मेरा बाप का भेड़ बकरी के चुरा रहे थे उस समय में एक भालू और एक सिंह जब मेरा सामने आया मैंने उसको मार दिया। ആ ദൈവം എന്നോട് കൂടെയുണ്ട്. और उनको मारने के लिए मुझे जो सामर्थ्य दिया वो परमेश्वर मेरे साथ है। ആ ഗോലിയാത്തിന് മല്ലനായിരിക്കും ഗോലിയാത്തിനെ കൊന്നുകളയുവാൻ ദൈവം എന്നെ സഹായിക്കും. और इस इतनी ताकतवर गोलियात को मारने के लिए भी वही परमेश्वर मुझे मदद ആ करे। അറിവ് അവനുണ്ടായിരുന്നു. और उस ज्ञान दाऊद को था। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ प्यारो हमारे जीवन में जब मुड़ कर देखते हैं, കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ ഇവരെ അധികമായി സ്നേഹിക്കുന്നു. प्रभु हमसे ये सवाल कर रहे, क्या तुम इनसे बढ़कर मुझे प्यार करते ആ हो? കടന്നുപോയ അനുഭവത്തിലേക്ക് നാം ചേർന്ന് ചെല്ലുമ്പോൾ हमारा पिछले जीवन में बीते हुए दिनों में जो बातें हमसे गुजर गए हैं, ദൈവം നമ്മെ സ്നേഹിച്ചതായിരിക്കും വിധങ്ങൾ परमेश्वर हमसे जो प्यार किया है उन बातों को हम याद करो। മറ്റുള്ള മുമ്പിൽ പരിഹാസമായി തീരാൻ ഇടവരാതെ വന്നു. और अनेक हमारे विरोधियों का सामने हमें परमेश्वर ने लज्जित नहीं किया। ദൈവം വിടുവിച്ചതായിരിക്കും और സാധിക്കും. परमेश्वर हमें कितनी बार उनका शत्रुओं से छुड़ाया। രണ്ടാമത് പത്രോസോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു. और प्रभु पूछते हैं, क्या तुम मुझे इससे ज्यादा प्यार करते हो? ആദ്യം ചോദിച്ചു, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. और पहले पूछा, इनसे बढ़कर मुझे प्यार करते हैं क्या? അവിടെ കർത്താവ് പറയുന്നു, പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. और पतरस ने कहा, मैं तुझे प्यार करता പത്രോസിന് വലിയ ശുശ്രൂഷ ദൈവം ഏൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ हूं। സാധിക്കും. और पतरस को प्रभु ने एक बड़ा सेवकाई सौंप दिया। കർത്താവ് കൊടുക്കുന്ന മറുപടി, എന്റെ ആടുകളെ മേയ്ക്കുക. पतरस को प्रभु ने कहा, तू मेरा भेड़ को चराओ। നമുക്കറിയാം, പത്രോസ് മറ്റുള്ള ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ जब अन्य शिष्यों के बारे में जब हम सोचते हैं, അവരാരും കർത്താവിനെ തള്ളി പറഞ്ഞ വ്യക്തികളല്ല. और वो उनमें से कोई भी प्रभु का इनकार नहीं किया। പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ഇവരിലധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ जब पतरस से प्रभु ने पूछा, क्या तू इनसे बढ़कर मेरी മറ്റുള്ള ശിഷ്യന്മാർക്ക് അവനെ പരിഹസിക്കാനിടയായി, ഇവർ തള്ളി പറഞ്ഞവരല്ലേ എന്ന് പറയാം. और बाकी शिष्य लोग शायद बैठकर हंसते होंगे क्योंकि ये पतरस प्रभु का इनकार किया हुआ व्यक्ति। അവൻ തിരിച്ചു വന്നപ്പോൾ തന്റെ ആടുകളെ മേയ്ക്കാനുള്ള ശുശ്രൂഷ ദൈവം അവനെയാണ് ഏൽപ്പിക്കുന്നത്. जब वो वापस लौट कर आया, प्रभु ने कहा, मेरा भेड़ को चराओ। നീ എന്നെ സ്നേഹിക്കുന്നു. तू मुझे प्यार करते हैं? നമുക്ക് ഈ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? प्यारो, हम इस प्रभु को सच्चा मन से प्यार करने को होते क्या? പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് കടന്നു വരുന്നത്, कई बार हम जब मीटिंग में आते हैं, പാസ്റ്റർ എന്ത് പറയും, शायद नहीं जाते तो पास्टर क्या बताएगा? ഈ ആഴ്ച ഞാൻ വന്നില്ലെങ്കിൽ എന്നെ അന്വേഷിച്ചു വരുന്നു अगर मैं नहीं जाते तो शायद पास्टर डांटेगा, ऐसा सोचते हैं। എന്ന ചിന്തയോട് കൂടെയാണ് നാം കടന്നു വരുന്നത്. तो उस विचार से हम मीटिंग में जाते हैं അത് ആത്മാർത്ഥമായി और ऐसा विचार से जाते हैं क्या सच्चापन से मुझे प्रभु का वचन सुनना है, ऐसा विचार से जाते हैं। എന്നെ വിടുവിച്ചതായിരിക്കുന്ന ദൈവത്തെ, मुझे जो चुराया, मुझे प्यार किया, उस प्रभु को मिलना है। എന്നെ സ്നേഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഞാൻ കടന്നു വരുന്നത്. और जो प्रभु ने मुझे प्यार किया उनकी महिमा करने के लिए विचार है, उस विचार से आप आते हैं क्या? നമുക്ക് മനുഷ്യനെ പ്രസാദിച്ചാൽ എന്ത് കിട്ടും? प्यारो, हम इंसान को यदि प्रसन्न करें तो हमें क्या मिलेगा? അവന്റെ സ്നേഹം കിട്ടും. और शायद उनका प्यार मिलेगा, എന്നാൽ അതിന് വലിയ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. लेकिन इंसान का प्यार से बढ़कर है परमेश्वर का। നാം മനുഷ്യനെ സ്നേഹിച്ച് ദൈവത്തെ തള്ളിയാൽ, यदि हम इंसान को प्यार करके परमेश्वर को इनकार करेगा तो, മറ്റുള്ളവർ പ്രബോധിപ്പിക്കുവാനായിട്ട് മീറ്റിംഗ് കടന്നു വന്നാൽ, और दूसरों को दिखाने के लिए यदि हम मीटिंग में आते हैं तो, അതിൽ നമുക്കൊരു അനുഗ്രഹമില്ല. और उसमें हमें कोई आशीष नहीं होता। കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനിടയായി. प्यारो, सच्चा मन से प्रभु को प्यार करना जरूरी है। മൂന്നാമത് കർത്താവ് അവരോട് ചോദിക്കുന്നു, ഇവർ എന്നോട് പ്രിയമാണ്. और तीसरी बात प्रभु ने पतरस से सवाल किया, क्या तुझे मेरी प्रीति रखता है? അവിടെ ചോദിക്കാൻ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? क्या तू मुझसे प्रीति रखता है? കർത്താവ് വീണ്ടും വീണ്ടും അവനോട് ചോദിക്കുന്നു, എനിക്ക് പ്രിയമുണ്ടോ?
प्रभु ने उनसे कई बार पूछा, तू मुझे प्रेम करते है क्या? നമ്മോട് ഇന്ന് രാവിലെയും കർത്താവ് ചോദിക്കുന്നത് തന്നെയാണ്. और आज सुबह भी प्रभु हमसे यही सवाल करते हैं, ജീവിതം അധികമായി എന്നെ സ്നേഹിക്കുന്നു, तो इनसे बढ़कर मुझसे प्रेम रखते हैं क्या? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? क्या तुझे मुझसे प्रेम है क्या? നമുക്ക് എന്ത് മറുപടി हम उनको क्या जवाब देगा? പ്രിയമുള്ളവരെ, प्यारो, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് यहाँ पर हम देखते हैं, കർത്താവിന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് പൊട്ടിക്കരയുവാനായിട്ട്. और जब तीसरी बार प्रभु ने उनसे सवाल किया, पतरस ने फुड़फुड़ कर रोने लगे। അവിടെ പറയാണ് പത്രോസ് ദുഃഖിതനായി തീർന്നു. और वहां पर लिखा है कि पतरस उदास हुआ। അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, और वहां लिखा नहीं है तो भी मैं ऐसा सोचता हूँ। പത്രോസ് ദുഃഖിക്കുക മാത്രമല്ല, और पतरस उदास हुआ ऐसा नहीं, അവൻ വാവിട്ട് കരുവാനായിട്ട് ഇടയായിത്തീർന്നു. उससे बढ़कर वो रोने भी लग गया। ഞാൻ നിന്നെ തള്ളി പറഞ്ഞവനാണ്, और मैंने तेरी इंकार किया, ഞാൻ എന്റെ ജീവന് വേണ്ടി നിന്നെ തള്ളി പറഞ്ഞവനാണ്. और मैं मेरा जीवन को बचाने के लिए है प्रभु तुझे इंकार किया था। ആ എന്നെയല്ല എന്റെ സഭയെ നയിക്കുവാനായിട്ട് ഒന്ന് വരമേൽപ്പിച്ചത്. और ऐसा पापी मुझे आपने बुलाकर पूछ रहे और मुझे बता रहे कि मेरा भेड़ों को चलाओ। നമുക്കവിടെ കാണുവാൻ സാധിക്കും, और हम देखते हैं, അവൻ അവിടെ പൊട്ടിക്കരഞ്ഞു. और उसने आफड़गुड़ कर रोया। മാത്രമല്ല അവൻ എന്തിനു വേണ്ടിയാണ് കർത്താവിനെ തള്ളി പറഞ്ഞത്? और वो किसके लिए प्रभु का इंकार किया? തന്റെ ജീവന് വേണ്ടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. और अपने प्राण को बचाने के लिए प्रभु की इंकार किया। തന്നെ ഈ സഭയെ നയിക്കുവാനുള്ള ശുശ്രൂഷ ഏൽപ്പിച്ചതുകൊണ്ട് और जब कलीसिया को चलाने के लिए अधिकार प्रभु पतरस को जब दिया, പത്രോസിനെ കർത്താവ് പഠിപ്പിക്കുന്നത് നീ എങ്ങനെ മരിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് തുടർന്നുള്ള और उसके बाद आगे प्रभु ने कहते पतरस को कहते तू किस प्रकार मरने वाला है। അവന്റെ മരണത്തെ കുറിച്ച് കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു. उसका मृत्यु के बारे में भी प्रभु ने उनसे बताया, അവന്റെ ഭയം മാറുവാനാണ് ഇടയായിത്തീർന്നു. और उनका डर निकल गया, അവൻ കർത്താവിലേക്ക് മടങ്ങി വരുവാനാണ് और ഇടയായിത്തീർന്നു. वो प्रभु के पास वापस आया। നാം മലാക്കി പ്രവചനത്തിൽ വാക്യം വായിക്കുന്നത് 3-ാം അധ്യായം, और मलाकी का किताब 3 अध्याय में हम ऐसा पढ़ते हैं, അവിടെ നാം വായിക്കുന്നു മത്തായി മലാക്കി പ്രവചനം 3-ാം അധ്യായം मलाकी का किताब 3 अध्याय അതിന്റെ 7 മുതൽ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. उसका मलाकी 3 अध्याय का 7वां पद से जब हम पढ़ते हैं वहां हम ऐसा पढ़ते हैं, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു. സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. अपने प्रकारों के दिनों से तुम लोग मेरी विधियों से हटते आए हो और इनका पालन नहीं करते। तुम मेरी ओर फिरो, तब मैं भी तुम्हारी ओर फिरूंगा। सेनाओं का यहोवा का यही वचन है। നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. तुम मेरी ओर फिरो। മടക്കി വിളിക്കുന്നതായിരിക്കും കർത്താവ്. प्यारो, हमारा प्रभु हमें वापस बुला। നാം മടങ്ങി വന്നാൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരും. यदि हम उनकी ओर फिर कर आएगा तो वो भी हमारी ओर फिरेंगे। ഇതിന്റെ ചരിത്രം നമുക്കറിയാം. इसकी कहानी हम जानते हैं। ആലയത്തിന്റെ പണി, ജെറുസലേം ആലയത്തിന്റെ പണി കഴിവാൻ ഇടയായിത്തീർന്നു. यरूशलेम मंदिर का काम हो गया। വളരെ ശത്രുതകളുടെയും അതുപോലെ പല പീഡനങ്ങളുടെയും മധ്യത്തിൽ യെരുശലേം ദേവാലയം പണിയാൻ ഇടയായിത്തീർന്നു. बहुत यरूशलेम बनाने में बहुत शत्रु लोग उनको रुकाने वाले थे, लेकिन उनको सब पार करके लोग यरूशलेम को वापस बनाया। അങ്ങനെ പണിയപ്പെട്ട ആലയത്തിൽ ദൈവത്തിന്റെ ആരാധന പുനഃസ്ഥാപിക്കാൻ ഇടയായിത്തീർന്നു. और वहां पर वापस परमेश्वर का मंदिर बनाकर उसमें आराधना वापस आरंभ किया। ആ ആരാധന ആരംഭിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ചിന്ത എന്നുള്ളത്, और जब वापस वहां आराधना शुरू किया तब इस्राएल लोगों का विचार था, അവരുടെ ചിന്ത എന്നുള്ളത് ഞങ്ങൾ ലോകത്തിന്റെ മധ്യത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായിരിക്കും എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. और उनका विचार था कि हम इस्राएल जो पूरा दुनिया का केंद्र स्थान बनेगा। മാത്രമല്ല ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെടുത്തുന്നതായ ചിന്ത അവർക്കുണ്ടായിരുന്നു. और परमेश्वर की महिमा वहां पर प्रकट होगा, ये भी विचार उनका मन में था। ഇതൊന്നും സംഭവിക്കാത്ത സമയത്ത് അവർ ദൈവത്തോട് നിങ്ങൾ ഏതൊരു സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് താഴുവാനിടയായി. और जब वो सब कुछ भी नहीं हो रहे थे, जैसा वो लोग सोचा ऐसा नहीं हो रहे थे, तब ये लोग प्रभु से कई सवाल करने लगे। ദൈവം പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നു. और प्रभु ने कहा कि मैं तुझसे प्यार करता हूं। തീർച്ചയായും ചോദിക്കും നിങ്ങൾ ഏതിലും ഞങ്ങളെ സ്നേഹിക്കുന്നു. तब वो लोग पूछ रहे कि तुम किस बात से हमसे। അത്രമാത്രം അവർ അധപതിക്കുവാനാണ് ഇടയായി. और उतना वो लोग आत्मिक जीवन में गिर गया। അവിടെ ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരും. और वहां प्रभु ने कहा था तुम मेरी ओर फिरो, तब मैं ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. मैं तुम्हारी ओर फिरूंगा। ഇവിടെ പത്രോസോട് പറയുകയാണ് കർത്താവ്
और यहाँ पर पतरस को भी प्रभु यही कहते നീ हैं, നിന്റെ ജീവന് വേണ്ടി നീ എന്നെ തള്ളി പറഞ്ഞു, तू अपना प्राण को बचाने के लिए मेरी इंकार किया, നീ എങ്ങനെ മരിക്കുമെന്ന് ദൈവം അവന് വെളിപ്പെടുത്തി. लेकिन प्रभु ने कहा अब मैं कहता हूँ तेरा मृत्यु कैसा होने वाला അവിടെ പത്രോസ് പതറുവാനായിട്ട് ഇടയായി തീർന്നു. है। वहाँ पतरस का जो डर निकल गया वो ताकतवर हो അവൻ गया। കർത്താവിനെ ശോഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. और प्रभु के लिए वो काम में प्रशोभित हो गया അവൻ കർത്താവിന് വേണ്ടി ദൈവത്തെ പ്രസ്താവിക്കാൻ ഇടയായി തീർന്നു. और कर्ताव प्रभु का एकदम अच्छे गवाह बन गया वो। പിന്നെ അവന് ഭയം തൊട്ടിട്ടില്ല. और उसके बाद उसका जीवन में भय नहीं आया। നമുക്ക് കാണുവാൻ സാധിക്കും. और आप देखते हैं അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ प्रेरितों का काम दूसरा अध्याय में जब हम आते हैं, അവിടെ നാം വായിക്കുന്നുണ്ട് പത്രോസ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ वहाँ हम देखते हैं पेंतकोस्त का दिन में पतरस अपना सेवकाई को शुरू किया। അതിന്റെ 2-ാം അധ്യായം 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. दूसरा अध्याय का 36वां पद में पढ़ते हैं, അവിടെ പത്രോസ് വളരെ ധൈര്യത്തോടെ കൂടെ പറയുകയാണ്, वहाँ पतरस बहुत हिम्मत के साथ बताते हैं, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ जिस यीशु को तुमने क्रूस पर चढ़ाया, ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. परमेश्वर उनको प्रभु और मसीह बना दिया है। തന്റെ ഭയം നീങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. और उनका भय भी निकल गया। അവന് മരണത്തെ ഭയമില്ല. उसको अभी मृत्यु का भय नहीं है അവൻ കർത്താവിനെ ശോഭിക്കുവാനിടയായി और തീർന്നു. प्रभु के लिए अभी वो प्रशोभित होते हैं। എങ്ങനെയെല്ലാം പത്രോസ് ശോഭിച്ചു എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ കാണാൻ और സാധിക്കും. आगे के वचनों में हम देखते हैं पतरस ने किस प्रकार प्रभु के लिए गवाही दिया 2 ലേഖനം അവന് എഴുതുവാനിടയായി തീർന്നു. और 2 पत्री उसने लिखा നമുക്ക് കാണുവാൻ സാധിക്കും ദുരുപദേശത്തെ കുറിച്ചും അതുപോലെ തന്നെ और गलत शिक्षाओं के बारे में और പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെ ദൈവജനം അനുസരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും और हमारे व्यक्तिगत जीवन में हम किस प्रकार प्रभु का आदर करना उसका बारे में भी വളരെ വ്യക്തമായി പത്രോസ് ലേഖനത്തിൽ കാണുവാൻ बहुत സാധിക്കും. स्पष्ट रीति से उसने 2 पत्रियों में लिखा है। ഈ ലേഖനം എഴുതുമ്പോൾ പത്രോസിന് അറിയാം जब वो पत्री लिख रहे थे तब पतरस को मालूम है താൻ വീണു പോയതാണ്. एक बार मैंने गिर गया था പ്രായോഗിക ജീവിതത്തിൽ താൻ ഭയപ്പെട്ടവനാണ്. और अपनी प्रायोगिक जीवन में मैंने प्रभु का बारे में डरता था എന്നാൽ ആ കാര്യം ഉൾക്കൊള്ളുകൊണ്ട് और उस बात को मानते हुए വരുന്ന തലമുറ ദൈവത്തിനോട് ശോഭിക്കുവാൻ और आने वाला पीढ़ी प्रभु के लिए काम करने के लिए വളരെ ശക്തമായ രീതിയിൽ അവൻ എഴുതുവാനായിട്ട് और സാധിക്കും. बहुत शक्तिशाली वचन के द्वारा उसने हमें प्रबोधित किया। പത്രോസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് തുടർന്ന് കാണുമ്പോൾ और पतरस का सेवकाई के बारे में जब हम देखते हैं, ശക്തിയോടുകൂടെ ദൈവജനം और वो പ്രസ്താവിച്ചായിരുന്നു. बहुत सामर्थ्य के साथ प्रभु का बारे में गवाही दिया। നാം സ്തെഫാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും और स्तेफानोस के बारे में भी हम इस प्रकार देखते हैं, കർത്താവിന് വേണ്ടി ഒറ്റ പ്രസംഗം മാത്രമേ എന്ന് പ്രസംഗിച്ചിട്ടുള്ളൂ. स्तेफानोस प्रभु के लिए केवल एक ही बार प्रभाषण किया, അധികം അവൻ പ്രസംഗിച്ചിട്ടില്ല. वो बहुत प्रचार नहीं किया। ആ ഒറ്റ പ്രസംഗം കൊണ്ട് അവൻ അവളെ മരിക്കുവാനിടയായി തീർന്നു. एक ही बार उसने प्रभाषण किया, उस प्रभाषण में उसको लोग मार डाले। നാം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ആ ചരിത്രം കാണുവാനായിട്ട് സാധിക്കും. हम प्रेरितों का काम 7वां अध्याय में उसका बारे में पढ़ते हैं തന്റെ നേരെ കൂർത്ത കല്ലുകൾ വരുമ്പോൾ और लोगों उनके ऊपर जो पत्थर फेंका ആ കല്ലുകളെ അവൻ നോക്കിയില്ല. और स्तेफानोस कभी भी वो पत्थर को नहीं देखा। അവൻ ഉയരത്തിലേക്ക് നോക്കുവാനിടയായി തീർന്നു. स्तेफानोस ऊपर की ओर दृष्टि की അവന്റെ മുഖം ഒരു ദേവദൂതനെ പോലെ പ്രകാശിക്കുവാനിടയായി തീർന്നു. और उनकी चेहरा एक स्वर्गदूत की जैसे प्रशोभित हो गया। സ്തെഫാനോസിനോട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് സ്തെഫാനോസ് നിന്റെ മുഖം ഇങ്ങനെ ശോഭിക്കുവാനിടയായി തീർന്നു? और स्तेफानोस से सवाल करें, है स्तेफानोस तेरा चेहरा क्यों ऐसे चमक रहा है, क्यों? അവൻ പറയും, और स्तेफानोस क्या जवाब देगा? 4 വശത്ത് വരുന്ന കല്ലുകളെ ഞാൻ ശ്രദ്ധിച്ചില്ല. मैंने मेरे चारों तरफ से जो पत्थर मेरे ऊपर आ रहे उस पर मैं ध्यान नहीं दिया। എന്നെ വിളിച്ച ദൈവത്തിലേക്ക് ഞാൻ നോക്കി. मैंने सिर्फ जो परमेश्वर ने मुझे बुलाया उसी की ओर देख रहे थे। ഞാൻ എന്റെ ജീവന് വിലയുള്ളതായി കണ്ടില്ല. मैंने मेरा जीवन को बहुमूल्य नहीं समझा। ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാനായിട്ട്, मैंने मेरे प्रभु के लिए अपनी जीवन देना चाहा എന്നെ വിളിച്ച ദൈവത്തിനോട് നിൽക്കുവാനായിട്ട് और उस प्रभु के लिए खड़ा होने के लिए, ഇടയായി തീർന്നു. और मैंने उसके लिए अपने आप को समर्पित അതുകൊണ്ട് ഞാൻ കല്ലുകളെ നോക്കി. और इसलिए मैंने जो पत्थर मेरी ओर आ रहे उस पर मैं बिल्कुल ध्यान नहीं दिया അതുകൊണ്ടാണ് എന്റെ മുഖം ശോഭിക്കാനിടയായി. और इसकी वजह से मेरी चेहरा प्रकाशित हो रहे। നമുക്ക് എത്രമാത്രം ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കും? हे मेरे भाई और बहनों, हम कितना वैसा खड़ा कर सकते നമ്മളെ हैं? പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ हमें जो निंदा करने वाले തളർന്നു പോകാനായിട്ട് നമുക്ക് ഇടയായി. उनका सामने हम कभी कमजोर ना हो। അനേകർ നമ്മളെ പരിഹസിക്കുവാനിടയായി. काफी लोग हमें इनकार करेगा, हमें निंदा करेगा, അനേകം ശത്രുക്കൾ നമ്മുടെ മധ്യത്തിൽ വരും. बहुत शत्रु हमारे सामने आएंगे। നാം സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തേക്ക് അടുത്ത് വരും. जिस लोगों को हम प्यार कर रहे हैं वो हमारे विरोधी मिलेगा। അവർ സ്നേഹിക്കാൻ വേണ്ടിയല്ല, ദ്രോഹിക്കുവാൻ വേണ്ടി. वो हमसे प्यार करते इसलिए नहीं, बल्कि कैसे भी हमें नाश करने के लिए वो लोग आए। അതിന്റെ മധ്യത്തിൽ നമുക്ക് ശോഭിക്കുവാനുള്ള സാധ്യമായി തീരുന്നു. उसका सामने हम प्रभु के लिए क्या हम खड़ा हो सकते हैं? അവിടെ പറയുകയാണ്,
स्तेफानोस वहाँ स्तेफानोस ഞാൻ മുട്ടുകുത്തി ദൈവത്തിലേക്ക് നോക്കി. स्तेफानोस वहाँ वही किया, वो घुटना टेकर प्रभु की ओर देखा। നമുക്കറിയാം നമ്മുടെ പല സ്റ്റേറ്റുകളിലേക്ക് നോക്കുമ്പോൾ ഈ സുവിശേഷത്തിനെതിരായിട്ട് അനേകർ ഉയർത്തി കാലഘട്ടമാണ്. और बहुत सारे जगह पर हम देखते हैं आजकल इस सुसमाचार के विरोध में शत्रु खड़ा होकर प्रचार करने वाले के विरोध में कार्य करते हैं। ശത്രു അവന്റെ സകല ശക്തിയും എടുത്ത് ഉപയോഗിച്ച് അടിച്ചമർത്തുവാനായിട്ട് നോക്കി. शत्रु उनकी सारी सामर्थ्य को इस्तेमाल करके सुसमाचार को दबाने की कोशिश करते हैं ഈ വിശ്വാസം തള്ളി പറയുവാനാണ് അവർ പ്രേരിപ്പിക്കുന്നത്. और इस विश्वास को इंकार करने के लिए लोगों को प्रेरणा दे रहे वो लोग। നമുക്ക് ഏത് തീരുമാനമെടുക്കാൻ സാധിക്കും? उस समय में हम क्या निर्णय लेगा? ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടമാണ് നമ്മെ വേട്ടയാടുന്നത്. आप यारो इस संसार में काफी कष्ट हमारे पीछे पड़े हुए हैं। നമുക്ക് വരം ലഭിച്ചവരാണ്. लेकिन प्रभु ने हमें वो सहने के लिए वरदान दिया। നാം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവരാണ്. हमें प्रभु ने कष्ट उठाने के लिए नियुक्त किया। നാം കർത്താവിന്റെ അനുഗ്രഹം മാത്രമല്ല, वो हम केवल प्रभु का अच्छे आशीषों के लिए नहीं, കർത്താവ് നമ്മുടെ ആത്മാവിനെ അവന്റെ സന്നിധിയിലാക്കിയിരിക്കുകയാണ്. और हमारे आत्मा को प्रभु ने अपने पास सुरक्षित रखा है। നാം ഈ ജഡത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു കഴിഞ്ഞു. कभी भी हम अपने शरीर के लिए मत जीना। ഇത് ഇവിടെ കൊണ്ട് അവസാനം. तो अगर हम ऐसा जी रहे तो यहाँ समाप्त हो जाए। ശത്രുക്കൾ വരട്ടെ, शत्रु आने दो, പ്രതികൂലങ്ങൾ ആദരിക്കട്ടെ, कितना भी हमारा विरोध में आंधी तूफान आने दो, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും कितना भी आंधी तूफान और कष्ट आएगा तो നാലായാമത്തിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും. कितना भी आए, लेकिन हम जानते हैं अंतिम समय में हमारा प्रभु हमारे पास आएगा। നമ്മെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. तो हमें सांत्वना देने के लिए, हमें सामर्थ्य देने के लिए हमारा प्रभु लहरों के ऊपर चलकर हमारे पास आएगा। നാം ഈ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ जब हमारा मसीही जीवन हम आगे ले जाते हैं, നമുക്ക് പ്രതികൂലം ഉണ്ടായിരിക്കാം. बहुत सारे प्रतिकूल परिस्थिति आएगा, അതിന്റെ മധ്യത്തിൽ നമുക്ക് നിൽക്കുവാൻ സാധിച്ചാൽ उसका बीच में भी हम प्रभु के लिए खड़ा നമ്മുടെ रहें। ജീവിതം ധന്യമായി തീരും. ऐसा यदि हम खड़ा रहेगा तो हमारा जिंदगी धन्य होगी। ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. परमेश्वर की महिमा करने का मौका मिले। പ്രതികൂലങ്ങൾ വന്നോട്ടെ, कितना भी प्रतिकूल वातावरण आने दो, അതിന്റെ അവസാനം നമുക്ക് അനുകൂലമായി. उसके अंतिम क्षण हमारे लिए अनुकूल होगा। ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. मैं एक कहानी बताकर समाप्त करना ഒരു രാജാവും മന്ത്രിയും കൂടി चाहूँ। एक राजा और एक मंत्री साथ में അവര് കാട്ടിലേക്ക് വേട്ടയാടാനാണ്. और जंगल में शिकार करने के लिए गया। അവർ വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് जब वो जंगल में जाकर शिकार करके उसको खा रहे थे, രാജാവിന്റെ കയ്യിൽ കത്തി കൊണ്ട് കീറുവാനൊക്കെയായിരുന്നു. राजा का हाथ में चाकू लग गया और वो वहाँ खा हुआ ധാരാളം ബ്ലഡ് ഒഴുകി. और उनका शरीर से बहुत खून बहने लगा। മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഇത് നന്മയ്ക്കായിട്ടുള്ള കാര്യമാണ്. तो मंत्री ने बताया ये तो भला के लिए होगा। മന്ത്രി ആ മുറിവ് വെച്ച് കെട്ടുവാനിടയായിരുന്നു. और वो खाओ वो दवा रख के बांध लिया। രാജാവിന് ദേഷ്യം അത്യധികം വളരെ കൂടി വന്നു. और जब मंत्री ने इसका पीछे कुछ भलाई बताया तो राजा को गुस्सा आ गया। താൻ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് മന്ത്രി പറയുന്നത് നന്മയാണ്. और जब राजा को दर्द हो रहा है तब मंत्री बोल रहे कि ये तो अच्छा के लिए है। ദേഷ്യം വന്ന രാജാവ് और जब राजा को गुस्सा आ गया മന്ത്രിയെ പിടിച്ച് ഒരു പൊട്ടക്കണ്ണിലേക്ക് और मंत्री को पकड़ के एक कुआं में डाल दिया। ഇത് നിനക്ക് നന്മയാണോ? और उसके बाद पूछा क्या ये तुम्हारे लिए भला है? മന്ത്രി ഒന്നും പറഞ്ഞില്ല. तो मंत्री कुछ नहीं बताया। രാജാവ് തന്നെ കിണറ്റിലിറങ്ങി വീണ്ടും വേട്ടയാടാൻ പോയി. और राजा मंत्री को उधर डाल के वापस शिकार करने के लिए गया। എന്നാൽ കാട്ടുജാതിക്കാര് और जब जंगल में रहने वाला जो जंगली लोग उनको पकड़ लिया തങ്ങളെ ദേവന് ബലി കൊടുക്കുവാൻ വേണ്ടി और उनका देवी को बलि चढ़ाने के लिए ഈ രാജാവിനെ പിടിക്കുവാൻ इस राजा को पकड़ के लेके गया। രാജാവിനെ പിടിച്ചു. राजा को पकड़ लिया അവന്റെ മൂപ്പന്റെ അടുത്ത് കൊണ്ടുപോയി. और वो जो जंगल में रहने वाला लोग उनके बड़ा जो क्या बोलते हैं वडील के पास लेके गया। ഈ യാഗം അർപ്പിക്കുന്ന ഈ മനുഷ്യന് യാതൊരു ഊനവും പാടില്ല. और वो लोग बलि चढ़ाने के पहले बलि चढ़ाने के लिए जो व्यक्ति को लेके आए उनका पूरा शरीर को वो लोग परखते, उनमें कुछ कमी नहीं होना चाहिए। അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യാഗം അർപ്പിച്ചാൽ അവരുടെ ദൈവം പ്രസാദിക്കുകയില്ല. अगर कुछ कमी वाला व्यक्ति को बलि चढ़ाएगा तो उनका भगवान प्रसन्न नहीं होता, ऐसा वो लोग विश्वास करते। രാജാവിന്റെ ഡ്രസ് എല്ലാം മാറ്റി और राजा को कपड़ा सब उतार दिया। ഈ മുറിവ് കണ്ടപ്പോൾ രാജാവിനെ വിട്ടു. और जब देखा तो उनका शरीर में एक घाव देखा तो वो लोग बोला ये इसको तो बलि नहीं चढ़ा सकता, इसलिए उसको छोड़ दिया। അപ്പോൾ രാജാവിന് മനസ്സിലായി तभी राजा को पता चल गया। മന്ത്രി പറഞ്ഞത് വലിയൊരു കാര്യമായി. तो मंत्री ने जो बताया वो तो सही बोला। രാജാവ് സന്തോഷത്തോടെ മടങ്ങി വന്നു. और राजा ने खुशी के साथ वापस आया ഒരു കാട്ടുവള്ളി ഇട്ട് കൊടുത്തു. और एक
और ऐसे ही उतार के दे दिया मंत्री को മന്ത്രിയെ പിടിച്ചു കയറ്റി और मंत्री को वहां से पकड़ के ऊपर किए സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. और उसको गला लगाया നീ പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലായി. और तूने जो बताया उसका अर्थ मुझे अभी समझ में आया എന്ത് പ്രശ്നം വന്നാലും അത് നന്മയ്ക്കാന്ന് ഇപ്പൊ മനസ്സിലായി. हाँ कुछ भी आए वो सब भलाई के लिए वो मुझे अभी समझ में आया രാജാവ് മന്ത്രിയോട് കരഞ്ഞു തെറ്റു പറഞ്ഞു. और राजा ने मंत्री से माफी मांगा ഞാൻ നിന്നെ പൊട്ടക്കിടലിൽ എന്റെ തെറ്റാണ്. और मैंने गलती से तुम्हें कुआं में डाल दिया माफ करना എനിക്കിപ്പോ മനസ്സിലായി. अब मुझे समझ में आया मेरा गलत രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ तब मंत्री हंसते हुए राजा से ये बात कहा നിങ്ങൾ എന്നോട് മാപ്പ് പറയണ്ട. तो आप मेरे से माफी मत मांगना ഈ ജീവിതം എനിക്ക് നന്മയ്ക്കായിരുന്നു. और आपने मुझे जो कुआं में डाला वो भी मेरा भलाई के लिए वो किया है രാജാവിന്റെ മേത്ത് മുറിവുണ്ട്, और राजा का शरीर में तो खाव था എന്റെ ദേഹത്ത് മുറിവില്ല. मेरा शरीर में कोई खाव नहीं അവരെന്നെ പിടിച്ച് പിടിക്കും. तो वो लोग मुझे पकड़ के बलि चढ़ाता था അതുകൊണ്ട് ഞാൻ പൊട്ടക്കിണലിൽ വീണത്. तो आपने मुझे इधर डाला इसलिए वो मेरा भलाई हो गया എനിക്ക് കഷ്ടതയല്ല, तो इसलिए ये कष्ट नहीं है ये भी എനിക്ക് അനുഗ്രഹമാണ്. ये भी एक आशीष है അവർ രണ്ടുപേരും സന്തോഷത്തോടെ മടങ്ങിപ്പോയി. तो दोनों को भलाई हो गया दोनों खुशी के साथ നമ്മുടെ ജീവിതത്തിൽ प्यारे भाई और बहनों हमारा जीवन में പ്രതിസന്ധികളുണ്ട്, हमारा जीवन में बहुत सारे कष्ट आए പ്രതികൂലങ്ങളുണ്ട്. प्रतिकूल वातावरण आएंगे ദൈവത്തെ അംഗീകരിച്ചപ്പോൾ जब प्रभु को हमने स्वीकार किया സഹോദരന്മാർക്കെതിരായി, और भाई लोग हमारा बंधुजन हमारा विरोध में थे കൂട്ടുകാരെ നമുക്കെതിരായി. और हमारा मित्र लोग हमें छोड़ दिए നാം ചിന്തിച്ചു നോക്കണം, हम एक बात सोच लो നമുക്ക് എത്രയോ സഹോദരി സഹോദരന്മാർ ദൈവം. लेकिन जब विश्वास में आया विश्वास में कितना भाई बहन प्रभु ने हमें दान ഒരു दिया। അഞ്ചോ പത്തോ ഉണ്ടെങ്കിൽ ഇന്ന് അനേകരെ तो प्यारो हमें कितने कितने ज्यादा विश्वासी लोगों को हमारा भाई का रूप में बहन का रूप में प्रभु ने दिया നമ്മുടെ എന്താവശ്യത്തിന് ഓടി വരുവാ, और हमारा कुछ भी बातों के लिए वो लोग आएंगे നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, और हमारी कठिनाई में हमारा बीमारी में वो लोग हमारे लिए प्रार्थना करेंगे ശരീരമായി തളരുമ്പോൾ നമ്മെ ബലപ്പെടുത്തുക. और जब हम मानसिक तौर से शारीरिक तौर से कमजोर होते हैं तो वो लोग हमें ताकत देंगे എത്രയോ സഹോദരന്മാരെ ദൈവം നമുക്ക് തരും. कितना भाइयों को प्रभु ने हमें ഇനി दिया നാം കാണാൻ പോവുകയാണ്. और उनको सबको हम देखने वाले हैं നാം അറിയാത്ത അനേക സഹോദരന്മാർ. जो हम अभी तक देखा नहीं ऐसे कितने भाई बहन हमारे लिए प्रार्थना ഞാൻ करते രാവിലെ हैं ചിന്തിച്ചതുപോലെ हम जैसे आराधना में विचार किया എല്ലാവർക്കും നമ്മുടെ കർത്താവിന് മുമ്പാകെ तो हम सब प्रभु का सामने आएंगे നാം കാണാത്ത നമ്മുടെ സഹോദര സഹോദരന്മാരോട് ഒത്തുക. जिस भाई बहनों को हमने अभी तक नहीं देखा उन सबको हम देखेंगे ഇനി ഞങ്ങൾ ഇത്ര വലിയ പദവിക്കാണ് ദൈവം കൊടുത്തു വന്നത്. तो हमें इतना बड़े एक स्थान में आपने लाया है प्रभु ഞങ്ങൾ ലോകത്തിൽ അനുഭവിച്ചത് ഒരു കഷ്ടതയല്ല. तो हम दुनिया में जो भी अनुभव किया वो तो कष्ट नहीं है ഇതിന്റെ അവസാനം എനിക്ക് ഇത്ര വലിയ നന്മയാണല്ലോ ദൈവം ഒരുക്കിയത്. तो इसके अंत में इतना बड़ा भलाई अच्छाई आपने हमारे लिए तैयार किया നാം പ്രിയപ്പെട്ട കർത്താവിനെ കണ്ടുകൊണ്ട് तो हम हमारा प्रभु को देखते हुए പറയുവാണ് സാർ, हम उसके सामने ये सारी बातें कबूल ആ करें നന്ദിയുള്ള ദൈവം ഭാഗമാണ്. तो हम हमारा धन्यवाद से भरे हुए दिल को हम प्रभु का सामने रखें പത്രോസിനെ പോലെ നമുക്ക് മടങ്ങി വരാം. पत्रस के समान हम वापस लौटेंगे ഞാൻ പലപ്പോഴും അറിയാതെ അറിഞ്ഞ ദൈവത്തെ തള്ളി പറഞ്ഞവരാ. हमें जाने अनजाने प्रभु को इनकार किया है ദൈവത്തെ മുമ്പാകെ നമുക്ക് ഏറ്റു പറയാം. हम प्रभु का सामने कबूल करें നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. हमारा प्रभु माफ करने वाला प्रभु അവൻ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ദൈവമാണ്. और वो प्रभु हमें जगवारी देने वाला प्रभु है തിരിച്ചു വരാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. हमें केवल वापस फिर कर आने का मन होना चाहिए ദൈവം സഹായം. प्रभु हमें सहायता